നമസ്കാരം. രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കുറച്ച് അവിശ്വസനീയം എന്ന് തോന്നും വിധത്തിലുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേരളം ലവ് ജിഹാദിൻ്റെ കേന്ദ്രമാണ്. കേരളം നാർക്കോട്ടിക് ജിഹാദിൻ്റെ മൂലകേന്ദ്രമാണ്. ഇത് രണ്ടുമാണ്. കേരളത്തെക്കുറിച്ച് ഒരു കൂട്ടം വിദ്വേഷ പ്രചാരകർ സമീപകാലത്ത് അടിച്ചുവിട്ട കാലം പൊറുക്കാത്ത വ്യാജ കഥകളായിരുന്നു അത്. ഇതിനോട് ചേർത്ത് വെച്ച് മറ്റൊരു വ്യാജ പ്രചരണം, ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കിട്ടിയേക്കാവുന്ന ഒരു വ്യാജ പ്രചരണം ഒരാൾ രാഹുൽ ഗാന്ധി അടിച്ചുവിട്ടു കഴിഞ്ഞ ദിവസം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. കേരളം മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണ് എന്നാണ് രാഹുൽ തട്ടിവിട്ട ആ വ്യാജ കഥ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിൽ കോഴിക്കോട്ട് നടന്ന UDFൻ്റെ വലിയ കൺവെൻഷനിൽ വീഡിയോ വഴി വന്ന് സംസാരിച്ച് വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായി പറഞ്ഞൊരു കഥയാണ്. ഭരണം പിടിക്കാൻ എന്തും തട്ടിവിടാവുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മാറുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വ്യാജ പ്രചരണം. ന്യൂസ് അറ്റ് ഹൗസിൽ രാഹുൽ ഗാന്ധിയെ വാഴ്ത്തി വിരലിൽ എണ്ണാവുന്നതിലധികം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടത്തിൽ അണിനിരക്കുന്നവർക്ക് ലഭിക്കുന്ന ആ പ്രിവിലേജിലാണ് രാഹുൽ ആ നിരയിൽ കയറിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയമായി പല നിലപാടുകളിലും വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇത്രയധികം നിരാശയോടെ നമ്മൾ ഒരു വിമർശനം മൂപ്പരെക്കുറിച്ച് ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല. ഭരണം പിടിക്കാൻ വിദ്വേഷ പ്രചാരകർ ഇന്ത്യയിൽ പലയിടത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു ടൂൾ കേരളത്തിൽ അധികാരത്തിലെത്താൻ രാഹുലും ഉപയോഗിക്കുന്നു എന്നതാണ് ആ നിരാശയുടെ കാരണം. എന്താണ് ഇതിനു മാത്രം മൂപ്പര് പറഞ്ഞത്? അതാദ്യം ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: And instead of making you number 1 in employment, number 1 in technology, they have made you number 1 in drug cases in India. There are 8.25 lakh drug users in Kerala, including 75,000 children. അതായത് തൊഴിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ എല്ലാത്തിലും കേരളത്തെ നമ്പർ 1 ആക്കുന്നതിന് പകരം മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളം നമ്പർ 1 ആയി. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കേസുകളുടെ കാര്യത്തിൽ കേരളം ഒന്നാമതായി. 8,25,000 പേർ കേരളത്തിൽ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ഇതാണോ ആ 10 വർഷത്തെ ഭരണ നേട്ടം എന്നാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിക്കുമ്പോൾ വീഡിയോ സന്ദേശത്തിലൂടെ ചോദിച്ചത്. സംഗതി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും LDFൻ്റെ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രചരണത്തിൽ പിന്നിലാക്കാൻ വേണ്ടി അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യമാണ്. എങ്കിലും കേരളത്തെ ഇത്രയധികം ബാധിക്കുന്ന വ്യാജ കഥ ഉപയോഗിച്ചുള്ള പ്രചരണം രാഹുൽ ഗാന്ധി നടത്തുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നതല്ല. നാർക്കോട്ടിക് ജിഹാദ് പ്രചാരകർക്ക് ഇനി രാഹുലിൻ്റെ വ്യാജ പ്രചരണം കൂടി ആയുധമാക്കാം. ദേശീയ തലത്തിൽ തന്നെ കേരളം തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് സംഘപരിവാർ ആഖ്യാനം നടത്തുമ്പോൾ അതിന് രാഹുൽ ഗാന്ധി നൽകിയ സംഭാവന എന്തുകൊണ്ടാണ് രാഹുൽ പറഞ്ഞതിൽ അത്രയധികം നമുക്ക് രോഷം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന രോഷം തന്നെയാണ്. ഒരു വ്യാജ പ്രചരണമാണ് രാഹുൽ നടത്തുന്നത് എന്നതുകൊണ്ടാണ്. എന്താണ് യാഥാർത്ഥ്യം? കേരളം ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നമ്പർ 1 ആണോ? നമ്മൾ ഈ വീഡിയോയിൽ അത് പരിശോധിക്കുകയാണ്. 3 കണക്കുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കണക്ക്, ലഭ്യമായ ഏറ്റവും ഒടുവിലത്തെ കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 2017-21 ഒരു കണക്കാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിന് 2017-21 കാലത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ട കേസുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാഞ്ഞിട്ടാണോ? ഇനി അതോ ഭരണം പിടിക്കാനുള്ള വിദ്വേഷ വ്യാജ പ്രചരണത്തിൻ്റെ ഭാഗമായി അറിയില്ലെന്ന് നടിക്കുന്നതോ? നമുക്കറിയില്ല. എന്തായാലും ആ കണക്കിൽ ആദ്യത്തെ 11 സ്റ്റേറ്റുകളിൽ കേരളമില്ല. കേരളം ആ പട്ടികയിൽ 12ാം സ്ഥാനത്താണ്. അതിന് മുമ്പ് രാഹുലിൻ്റെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം നിരനിരയായി കുനിഞ്ഞു നിന്ന് ഉയർന്ന നില കണക്കുകൾ വ്യക്തമാക്കിയതിന് ശേഷമാണ് കേരളമുള്ളത്. ഒന്നാമത് ആന്ധ്രാപ്രദേശ്, അത് ഇന്ന് തെലുങ്കാനയും ആന്ധ്രയും ഒക്കെയായി നിൽക്കുകയാണല്ലോ. അതിലൊന്നിൽ ഇന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പിന്നാലെ അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, ഇതൊക്കെ കഴിഞ്ഞാണ് കേരളം. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് കേരളം ഇക്കാര്യത്തിൽ നമ്പർ 1 ആണ് എന്ന്. എന്തായാലും ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിന് ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അത് നടപടിയുടെ കാര്യത്തിലാണ്. അതായത് കേരളം നിയമ നടപടികളുടെ കാര്യത്തിൽ മയക്കുമരുന്നിന് തങ്ങൾക്ക് മുന്നിൽ ബാക്കി നിൽക്കുന്ന ബാക്കി 11 സംസ്ഥാനങ്ങളെക്കാൾ മാത്രമല്ല മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. രണ്ടാമത്തെ കണക്ക് അതാണ്. അറസ്റ്റ് നടപടികളിലും ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിലും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ച നിലയിലാണ് കേരളം. 2025 ഫെബ്രുവരി 3 ലോക്സഭയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി വച്ച ഒരു മറുപടിയുണ്ട്, ഒരു ചോദ്യത്തിനുള്ള മറുപടി. മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനമായ കേരളമാണ് ഏറ്റവും ശക്തമായ നടപടി അറസ്റ്റുകളുടെ കണക്ക് വെച്ച് സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. ലോക്സഭയിലെ ആ കണക്ക് ജാഗ്രതായ നടപടികൾ കേരളത്തിൽ എക്സൈസും നാട്ടുകാരും കൈക്കൊള്ളുന്നുണ്ട് എന്നാണ് തെളിയിക്കുന്നത്. NGPS കേസുകളിൽ 2019-24 വരെയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ നടന്ന സ്ഥലം
സ്ഥലമാണ് കേരളം. അതിൻ്റെ അർത്ഥം ഇത്രയും കേസുകൾ ഉണ്ടാകുന്ന നാടുകളിലൊക്കെ മിനിമം നേരത്തെ പറഞ്ഞ 11 സംസ്ഥാനങ്ങളിലും മയക്കുമരുന്ന് കുറ്റവാളികൾ സുഖിച്ചു വാഴുകയാണ്. ഇവിടെ കേസുകളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അറസ്റ്റ് നടപടികൾ കർശനമായി നടപ്പാക്കുന്നു എന്നാണ്. 2019 11,009 അറസ്റ്റ്, 2020 6,025, 2021 7,271, 2022 29,527, 2023 33,191, 2024 24,517. എന്നാൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ മുൻ സംസ്ഥാനങ്ങളിലുള്ള, അതായത് കേരളത്തെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഗുജറാത്തിലൊക്കെയുള്ള ഗുജറാത്തിലെ കണക്ക് മാത്രം നോക്കാം. 453, 495 തുടങ്ങി 757 വരെ മാത്രമാണ് അറസ്റ്റുകളുടെ എണ്ണം. അപ്പോൾ അവിടെ മയക്കുമരുന്ന് കുറ്റകൃത്യം ആകാശത്ത് നിന്ന് പൊട്ടി വീണിട്ടാണോ അവർ ഏറ്റവും കൂടിയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത്? അവിടുത്തെ പോലീസും സംവിധാനങ്ങളും എന്തായിരിക്കും ചെയ്യുന്നത്? ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇത് ചോദിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ മൂത്തോറെ പേടിയുണ്ട്. കേരളത്തെപ്പറ്റി എന്ത് വ്യാജവും അടിച്ചുവിടാം. ഭരണം സ്വന്തം പാർട്ടിക്ക് കിട്ടാൻ VD സതീശനും KC വേണുഗോപാലും ഒക്കെ എഴുതി കൊടുക്കുന്ന എന്ത് വിദ്വേഷ വാചകങ്ങളും ഇവിടുത്തുകാരെക്കുറിച്ച് വായിക്കാം. ഈ വിചാരമാണ് കേരളത്തെപ്പറ്റി മൂപ്പർക്കുള്ളത്. കേസ് കണ്ടെടുക്കുക മാത്രമല്ല, പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും എക്സൈസിനും സംവിധാനങ്ങൾക്കും കഴിയുന്നു എന്നതാണ് മറ്റൊരു കണക്ക്. ദേശീയ തലത്തിൽ കൺവിക്ഷൻ റേറ്റ് 2021 78.1%. കേരളത്തിൽ ഇത് 98.9%. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശതമാനം. 2024 4,474 പ്രതികളെ ശിക്ഷിച്ചപ്പോൾ വെറുതെ വിട്ടത് വെറും 161 പേരെ മാത്രം. 2023 4,998 പേരെ ശിക്ഷിച്ചപ്പോൾ വെറുതെ വിട്ടത് വെറും 100 പേരെ. പ്രതികൾക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ ഉറപ്പാക്കാനും എക്സൈസിന് കഴിയുന്നു. ദേശീയ ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചിയിൽ പിടികൂടിയ 15,000 കോടിയുടെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ഇറാൻ സ്വദേശികളെ കോടതി വെറുതെ വിട്ടത് 2 മാസം മുമ്പാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് മൂന്നാമത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യം. NDDTCയും ഡൽഹി എയിംസും ചേർന്ന് തയ്യാറാക്കിയത്. റിപ്പോർട്ടിലെ വിവിധ മേഖലകളുടെ കവറേജ് ഉണ്ട്. പുറത്തിറക്കിയ മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ ഈ റിപ്പോർട്ട് രാഹുൽ ഗാന്ധി സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. രാഹുൽ ഇട്ടുകൊടുത്ത ക്യാപ്സൂൾ ഏറ്റെടുത്ത് നാളെ വിദ്വേഷ പ്രസംഗകരും വ്യാജ കേരള സ്റ്റോറിക്കാരും സംഘപരിവാർ പ്രാസംഗികരും ഇറങ്ങിത്തിരിക്കുമ്പോൾ രാഹുലിന് ഒറ്റയ്ക്കിരുന്ന് ഇതിനെപ്പറ്റി ആലോചിക്കാം. ഞാൻ നേരത്തെ കേരളത്തെക്കുറിച്ച് തട്ടുവിട്ട വ്യാജം ഇതാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടിയ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ കഥയുടെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നാണ്. അത് ഒന്ന് നമുക്ക് നോക്കാം. തൽക്കാലത്തേക്ക് തൻ്റെ പാർട്ടിക്ക് ഭരണം കിട്ടാൻ മികച്ച മുന്നേറ്റമുണ്ടാക്കിയ ഒരു നാടിനെതിരെ ഇങ്ങനെ തരാതരം പോലെ വ്യാജ കഥ അടിച്ചിറക്കിയത് ശരിയായോ എന്നപ്പോൾ രാഹുൽ ഗാന്ധി ആലോചിക്കണം. അതായത് ഇന്ത്യയിൽ മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ചുള്ള ആ സർവേ റിപ്പോർട്ട് ഏറ്റവും കുറഞ്ഞ വ്യാപനത്തെക്കുറിച്ചുള്ളതാണ്. മയക്കുമരുന്ന് വ്യാപനം ഓരോ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഈ കാലത്ത് കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലത്തിനിടയിൽ ഉണ്ടായ വ്യത്യാസമാണ് വളർച്ചയും തളർച്ചയും. അതായത് കുറവിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് കേരളം ഈ വ്യാപന ശതമാനത്തിൽ. 1ാമത് പുതുച്ചേരിയാണ്. ഏറ്റവും കൂടിയ വ്യാപനമോ അത് സിക്കിമിലാണ്, 7.3%. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇങ്ങനെ മുന്നിൽ ഉണ്ട്. എന്നാൽ കേരളം ഏറ്റവും പിറകിൽ 2ാമതാണ്. അതായത് വ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിറകിലാണ്. തൽക്കാലം രാഹുൽ ഗാന്ധിക്ക് അത് നോക്കി തൃപ്തി അടയാനേ പറ്റൂ. നമ്പർ 1 എന്ന് പറഞ്ഞ ഏറ്റവും ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ പിന്നിലല്ലേ കേരളം എന്ന് കോൺഗ്രസ് ഭരണത്തിൽ വന്നാലേ ശരിയാവൂ എന്ന് കൂടി മൂപ്പർക്ക് വേണമെങ്കിൽ വാഗ്ദാനം നൽകി തൻ്റെ രാഷ്ട്രീയ ദൗത്യം പൂർത്തിയാക്കാം. ഇനി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ 2024 25,000 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ വിവരം വിശദീകരിച്ചിരുന്നു. 2023 പിടിച്ചത് 16,100 കോടിയുടെ മയക്കുമരുന്ന് ആയിരുന്നു. ഒരു വർഷം കൊണ്ട് 55%-ത്തിലധികം മയക്കുമരുന്ന് പിടിച്ചു എന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. ദേശീയ തലത്തിൽ വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തും പിടികൂടലും നടന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇത്. ഇതിൽ ഏറ്റവും അധികം കേസുകൾ എടുത്തത് കേരളത്തിലാണ്. പിടിച്ചത് 100 കോടിയിൽ താഴെ വില വരുന്ന മയക്കുമരുന്ന് മാത്രം. എന്നിട്ടും കേസുകൾ കൂടുതൽ കേരളത്തിലാണ്. മറ്റിടത്തൊക്കെ അതിൻ്റെ എത്രയോ ഇരട്ടി പിടിച്ചിട്ടും കേസ് ഒട്ടുമില്ല. ഉയർന്ന എണ്ണം കേസുകൾ ഉണ്ടെങ്കിലും ചെറിയ അളവിലാണ് അവിടെയൊക്കെ പിടിക്കപ്പെടുന്നത്. അതായത് വളരെ ചെറിയ അളവിലെ മയക്കുമരുന്ന് പോലും കേരളത്തിൽ പിടികൂടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണിത്. ലഹരി ഉപയോഗം കേരള സംസ്ഥാനത്തിലെ മാത്രം പ്രതിഭാസമല്ല. UN-ന്റെ 2023 റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 2011 24 കോടിയായിരുന്നെങ്കിൽ 2021 29.6 കോടിയായി ഉയർന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിലെ വർധനവ് ആഗോള പ്രതിഭാസവുമാണ്. ഇന്ത്യയിലും ലഹരിയുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലും ലഹരിയുടെ ഉപയോഗം താരതമ്യേന കൂടുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് കേരളം മയക്കുമരുന്ന് ഉപയോഗത്തിൽ
ഉപയോഗത്തിൽ ദേശീയ തലത്തിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. എന്നിട്ട് വിദ്വേഷ പ്രചാരകരുടെ നാവ് കടമെടുത്ത് കേരളത്തെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നമ്പർ 1 ആക്കി ചിത്രീകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു മടിയും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി ഏത് പ്രചരണം നടത്തിയാലും കേരളത്തെക്കുറിച്ച് ഇമാതിരി ഒരു വ്യാജ കഥ അടിച്ചുവിടുമെന്ന് ഞാൻ ഏതായാലും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. കേരളം നാർക്കോട്ടിക് ജിഹാദിന്റെ നാടാണ് എന്ന് ഒരു കൂട്ടർ ഒരു ഭാഗത്ത് അടിച്ചുവിടുമ്പോൾ അവർക്ക് ബലം നൽകുന്ന ഒരില്ല കഥ രാഹുൽ പറയും എന്ന് വിചാരിക്കാമോ? രാഹുലും വി ഡി സതീശനുമൊക്കെ ഭയങ്കര സംഘപരിവാർ വിരുദ്ധരാണല്ലോ. എന്നിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞു കേരള സ്റ്റോറിയിൽ കേരളം ലവ് ജിഹാദിൽ നമ്പർ 1 ആണെന്ന വ്യാജ കഥ അടിച്ചുവിട്ട കൂട്ടരെ പോലെ വേറൊരു കഥ. ഇനി ഇതിലും ഭരണം കിട്ടിയില്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിലും കിട്ടിയില്ലെങ്കിൽ, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഭരണം കിട്ടാൻ ഇനി നാർക്കോട്ടിക് ജിഹാദും ഒന്നാമതുള്ള നാടാണ് എന്ന് വേണമെങ്കിൽ കൂടി അടിച്ചുവിടാം. എന്തായാലും നാർക്കോട്ടിക്കിൻ്റെ ഉപയോഗത്തിൽ ഒന്നാമതാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ബാക്കി കഥ മറ്റേ കൂട്ടർ ഇപ്പം തന്നെ പറഞ്ഞോളും. രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒന്ന് തള്ളിക്കൊടുത്താൽ മാത്രം മതി. നന്ദി, നമസ്കാരം.